എടുത്തോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്സയാണ്. ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ചലഞ്ച് എന്താണെന്ന് കൂടി പറഞ്ഞു കൊടുക്കും. കപ്സ ഉണ്ടാക്കണം. ഞാനൊന്ന് മൊത്തം A to Z കാര്യങ്ങൾ കപ്സ ഉണ്ടാക്കുന്നതിൻ്റെ ഈ ഒരു 2 കൈകൾ കൊണ്ടാണ് ശ്രദ്ധകൾ. അപ്പോൾ ഒരൊറ്റയ്ക്ക് പറഞ്ഞൊന്ന് ജസ്റ്റ് കേട്ടോ, എനിക്ക് അറിയാം, നമ്മൾ ഏകദേശമൊക്കെ അറിയാം. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കേട്ടോ. എല്ലാ സാധനവും ഇവിടെ റെഡിയാക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു ഇതാട്ടോ ഈ കാണുന്ന പ്രഹസനം. ഇനി ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞുതരും. ആദ്യം ഓയിൽ ഒഴിക്കുക, എന്നിട്ടോ സ്പൈസസ് ഇടുക, നല്ല രീതിയിൽ അതിനുശേഷം നമ്മൾ ചെയ്യാൻ വെള്ളം പാരുക, അതിനുശേഷം പൊടിയിടുക. പിന്നെ ചിക്കൻ ഇട്ടാണ് നമ്മൾ കപ്സ ഉണ്ടാക്കുന്നത് എന്നുള്ള മറന്നു പോകരുത്. എന്നിട്ട് ഒന്നുകൂടി ചിക്കൻ ഇടുക, എന്നിട്ട് വെള്ളം ഒഴിക്കുക. അരി എന്തായാലും നമ്മക്കൂടി കഴിക്കേണ്ടതായതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, തീ കൊടുക്കണം, പാത്രം ചൂടാവണം. വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ്. അതിന് പാത്രം ഉണങ്ങണം. ഇപ്പൊ പൊട്ടിത്തെറിച്ചേന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നുള്ളത്? അല്ല, ഞാൻ മുമ്പ് എന്നോ ഉണ്ടാക്കിയില്ല, അമ്മ ടച്ച് വിട്ടു. നിങ്ങളുണ്ടാക്കുന്ന ഞാൻ പറയൂലേ. കറണ്ട് പോവാ ഒരു ഭാഗത്തേക്ക് പോയിക്കുന്നു. ഇങ്ങോട്ട് വായിലേക്കോ? അതല്ല, ഓക്കെ, നിങ്ങളെ ഞാൻ ഓ കുഴപ്പമില്ല കുഴപ്പമില്ല. എന്താട്ടെന്നൊന്ന് പറഞ്ഞു കൊടുത്തിട്ടോ. ഉള്ളി 2 പച്ചമുളക് നമ്മള് ഇത് കാണിച്ചാ. ഉള്ളി 2 പച്ചമുളക്. അപ്പൊ ഇവിടെ വിഷു ആണെന്ന് നല്ല പൊട്ടലുണ്ട്. ഈ ഉള്ളിയുടെ കളർ മക്കളെ ഒന്ന് മാറി ഒരു മഞ്ഞ കളറിലേക്ക് വരണം കേട്ടോ. നോക്കാം. വാട്ടില്ലേ ഇളക്കി ഒന്ന് കുറച്ചാണ്. അടി പിടിക്കും, തീ കുറച്ചോളി. എന്നോട് ചോദിച്ചില്ലേ നമ്മള് തക്കാളി ഇല്ലല്ലോ, തക്കാളി കുറച്ചുണ്ട്, അത് ഒഴിച്ചെടുക്കുക. അത് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടിയും ഒരുമിച്ചിട്ട് ജ്യൂസ് ആക്കിയത് കേട്ടോ. പണ്ട് കൈരളി ചാനലല്ലേ ഒരു ഫുഡ് കണ്ണുകളൊക്കെ എനിക്കറിയില്ല, എനിക്കതോർമ്മ പറഞ്ഞത് പറഞ്ഞു ഉണ്ടാക്കിയ രോഗം. അങ്ങനല്ല, പല ഉണ്ടായെങ്കിലും എറണാകുളം ഞാൻ ട്രെയിനിങ്ങിന് പോയില്ലേ, ലോജിസ്റ്റിക്സ്. ആ ടൈമിലാണ് ഞാനൊരു കറിയൊക്കെ ഉണ്ടാക്കി. ചെക്കന്മാർക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടു ആ കറി. നമ്മളൊരു ദിവസം ഇവിടെ എന്തായാലും ഉണ്ടാക്കാം. ഞാൻ പിന്നെ മീൻ കറി അടിപൊളി കറി, മീൻ കറി. എനിക്കത് മീന് അയില എങ്ങനെന്തോ മീനൊന്ന് വാങ്ങി വെച്ചായിരുന്നു. അതിനകത്ത് ഉരുളക്കാൻ കിട്ടും, എനിക്ക് ഉരുളക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമായി. ചോറിലൂടെ ഉരുളക്കേക്കാം. ഇതിലുണ്ടായിരുന്നു. അല്ല, മറന്നോ? ഇതിലട്ടെ അല്ല, അതൊന്ന് ആവട്ടെ. ആ ഒരു മേക്യൂബ് അതിലൊന്ന് ഞാൻ ഇവിടെ കോമഡി കാണിച്ചില്ല കാര്യമില്ല. ആളുകൾ വെച്ചിട്ടില്ല, തീ കൊണ്ടുള്ള പണിയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ശ്രദ്ധ വിട്ടാ മതി. പുറത്ത് മഴ വീഴുന്ന അല്ല ആക്കട്ടെ, എന്തായാലും തിന്നാം. ഇനി നമ്മള് ചിക്കൻ്റെ ഇപ്പൊ 2 ആക്കുള്ളത് കേട്ടോ ബീഫ്. അപ്പൊ അവിടെയാണ് നമ്മൾ ചെറുതായിട്ട് ആക്കുന്നത് കേട്ടോ. നമ്മള് വെള്ളം പാരട്ടോ, നല്ലോണം മിക്സ് ചെയ്യണം. അടിപൊളി അയക്കുന്നുട്ടോ ഗൈസ്. അങ്ങോട്ടേക്ക് വെള്ളം പാരട്ടെ. ഇങ്ങോട്ട് വരാത്ത ഒട്ടിക്കുന്നു.
മുട്ട പാടല്ലേ അങ്ങനെ ഗായ്സ് നമ്മൾ വെള്ളം പറഞ്ഞു ഇനി പൊടി പോണ്ടേ ഇനി വെള്ളം തളിച്ചിട്ട് നമുക്ക് കാണാം മക്കളെ വെള്ളം തളിച്ചിട്ട് നമ്മൾ പൊടികളൊക്കെ ഇടാൻ പോവുകയാണ് കബ്സ മസാല ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും അങ്ങനല്ല ഇതുപോലത്തെ ഓരോ വീഡിയോസ് കുരുമുളക് പൊടി അല്ലേ പോരെ ഉണ്ടോ ഉപ്പുണ്ടോ ഇനി നമ്മൾ ഉപ്പുണ്ടോ നോക്കണം ചൂട് ഏതരിയാ അടുത്ത് ഇന്ത്യ ഗേറ്റ് ബസ്മതി അരി അല്ലേ അങ്ങനെ ഇതാക്കണ്ട ഒരു 3 വിസില് സാധനം തട്ടുക അല്ലേ 3 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം സാധനം സെറ്റാവും കാരണം ഞാൻ ഉണ്ടാക്കിയാണ് സെറ്റായി പക്ഷെ പുറത്ത് നല്ല മഴ തുഞ്ഞിട്ടുണ്ടോ മഴ നല്ല മഴ ഉണ്ട് പുറത്ത് രണ്ട് വിസിലാട്ടോ 2 വിസിലിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ചോറ് വന്നതാ ഒറ്റ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു എനിക്ക് കൈ മാറ്റൂ കാണുന്നില്ല ചിക്കനൊക്കെ നന്നായിട്ടുണ്ട് നമ്മൾ 3 വിസിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ 2 വിസിലുകൊണ്ട് വന്നിട്ടോ പുതിയ കുക്കറായി ഇല്ല ഇല്ല ചില കുക്കർ പെട്ടെന്ന് കുക്കാവും സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കപ്സ അറിയുന്നു പറയുമ്പോൾ കപ്സ എന്നൊക്കെ പറയാം നമ്മൾ സിമ്പിൾ ചോറിനങ്ങനെ ഉണ്ടാക്കുന്നു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം സംഭവം അടിയിലേക്കുന്നത് എന്താ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും ശുഭ